ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠമായ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് മധ്യകാലത്തെക്കുറിച്ച് നോക്കാം. CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മധ്യകാലഘട്ടം ഒരേ കാലയളവിൽ ആയിരുന്നില്ല. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അധികാര രൂപങ്ങൾ മധ്യകാലത്തിൽ നിലനിന്നിരുന്നു. റോമാ സാമ്രാജ്യം. പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ളത് റോമാ സാമ്രാജ്യമാണ്. സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായിട്ടുള്ള സൗകര്യം സൃഷ്ടിച്ചപ്പോൾ CE 4ാം നൂറ്റാണ്ടിൽ ഡിക്ലേഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമാ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമാ സാമ്രാജ്യമെന്നും രണ്ടായിട്ട് വിഭജിച്ചു. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം റോമാണ്. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ആദ്യകാലങ്ങളിൽ ബൈസാന്റിനം എന്ന പേരിലും അറിയപ്പെട്ടു. ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടതും പൗരസ്ത്യ റോമാ സാമ്രാജ്യം ആണ്. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ. മധ്യധാരണയിലും കരിങ്കടലിലും തമ്മിൽ സന്ധിക്കുന്ന ബോസ്ഫറസ് കടലിടുക്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് ഗ്രീക്കുകാർ സ്ഥാപിച്ച ചെറുനഗരമായിരുന്നു ബൈസാന്റിനം. പ്രാചീനകാലത്ത് ഗ്രീക്ക്, പേർഷ്യൻ സംസ്കാരങ്ങളുടെ സംഗമമായിരുന്നു ഇവിടം. പിൽക്കാലത്ത് ഈ നഗരവും കിഴക്ക് ഭാഗത്ത് ഏഷ്യ മൈനറും റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു. കിഴക്ക് പടിഞ്ഞാറും തമ്മിൽ മധ്യേഷ്യ വഴി നടന്നിരുന്ന വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ പട്ടണം. ഇതിൻ്റെ വാണിജ്യ പ്രധാനവും കണക്കിലെടുത്ത് ക്രിസ്തുവർഷം 4ാം നൂറ്റാണ്ടിൽ റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിനൻ ഈ നഗരത്തെ ഒരു സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നഗരത്തിൻ്റെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാക്കി മാറ്റി. ഒട്ടോമൻ തുർക്കിയുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനം ആയിരുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയാണ് ഇവിടം. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ എന്നാണ്. ജസ്റ്റീനിയൻ്റെ നിയമസംഹിത. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധമായ ചക്രവർത്തിയാണ് ജസ്റ്റീനിയൻ. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു സംഹിത ഉണ്ടാക്കിയതും ജസ്റ്റീനിയനാണ്. ഈ നിയമസംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിയസ് സിവിലസ് എന്നാണ്. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത. ഫ്രഞ്ച് ഭരണാധികാരി ആയിരുന്ന നെപ്പോളിയൻ്റെ നിയമസംഹിത ഉൾപ്പെടെ പല രാജ്യങ്ങളിലെയും നിയമങ്ങൾക്ക് അടിസ്ഥാനമായത് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ്. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങളെ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വിൽസ് ഡുറന്റിൻ്റെ ആണ്. കോർപ്പസ് ജൂറിയസ് സിവിലസ്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിട്ട് മൂന്നായി തിരിച്ചിരിക്കുന്നു. കോഡിനകത്ത് വരുന്നത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ്. ഡൈജസ്റ്റിൽ പറയുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം. ഇൻസ്റ്റിറ്റ്യൂട്ട് ആയപ്പോഴേക്കും നിയമം പഠിക്കാൻ തയ്യാറാക്കുന്ന ചെറിയ പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടും. 15ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകർന്നു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് നമുക്ക് നോക്കാം. ഭൂഖണ്ഡം, അതിലെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളും ഇന്നത്തെ രാജ്യങ്ങളും നോക്കാം. ഏഷ്യയാണ്. സിറിയ, ഏഷ്യ മൈനർ, പലസ്തീനൊക്കെയാണ് അതിലെ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. ഇന്നത്തെ രാജ്യങ്ങൾ നോക്കുമ്പോൾ തുർക്കി, ഇസ്രായേൽ, സിറിയ, പലസ്തീൻ, ജോർദാനുമാണ്. യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിലാണ് ഇറ്റലി, സ്പെയിൻ, ഗ്രീസ്. ഇന്നത്തെ രാജ്യങ്ങൾ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഗ്രീസ്, ബൾഗേറിയ. ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളാണ് ഈജിപ്റ്റ്, നോർത്ത് ആഫ്രിക്കയും. ഇന്നത്തെ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, അൾജീരിയ, ടുണീഷ്യ, ലിബിയ. ചരിത്രത്തിലെ കാലവിഭജനം. ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത്. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് പുരാതന കാലഘട്ടം എന്നാണ്. CE 476 മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനം വരെയുള്ള CE 1453 കാലഘട്ടം അറിയപ്പെടുന്നത് മധ്യകാലഘട്ടമെന്നും CE 1453 മുതലുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ആധുനിക യുഗം എന്നുമാണ്. വിശുദ്ധ റോമാ സാമ്രാജ്യം. റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികൾ ആയിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ.
ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ഷാലമീൻ. കരോലിജിയൻ വംശജനായിരുന്നു ഷാലിമീൻ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. കാത്തോലിക മതമേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്നും ഷാലിമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായിട്ട് ഷാലിമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് ഫ്രാങ്കിഷ് സാമ്രാജ്യം അറിയപ്പെട്ടത് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നാണ്. ഷാലിമീൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. രാഷ്ട്രീയ സഖ്യങ്ങളുടെയും വൈവാഹിക ബന്ധങ്ങളുടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസേ ഡൊമിനീസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായിട്ട് ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആരംഭത്തോടുകൂടെ ഉണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനത്തെ വിളിക്കുന്നത് കരോലിജിയൻ നവോത്ഥാനം എന്നാണ്. ഷാലിമീൻ്റെ മരണത്തോടുകൂടി ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാവുകയും ചെയ്തു. ഫ്രാങ്കിഷ് രാജ്യം ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലിയുടെ ഒരു ഭാഗം തുടങ്ങിയ പ്രദേശങ്ങൾ ചേർന്നതായിരുന്നു ഫ്രാങ്കിഷ് രാജ്യം. ഫ്രാങ്കിഷ് രാജ്യം സ്ഥാപിതമായ വർഷം CE 481. മൊറോവെഞ്ചിയ മേയർ കരോലിൻ ജിയൻ തുടങ്ങിയ രാജവംശക്കാർ ഫ്രാങ്കിഷ് രാജ്യം ഭരിച്ചു. രാജ്യസ്ഥാപകനായ ക്ലേവിഡ് ഒന്നാമൻ മൊറോവിജിയൻ രാജവംശത്തിൻ്റെ പ്രതിനിധി ആയിരുന്നു. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ, സൈബീരിയ, സെർബിയ, ബൾഗേറിയ, റൊമാനിയ, ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ. അറേബ്യൻ സാമ്രാജ്യം ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അറേബ്യ എന്നാണ്. മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ. സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകി. പ്രവാചകൻ മുഹമ്മദ് മക്കയിലെ ഖുറേശി ഗോത്രത്തിൽ CE 571 മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് മക്കയാണ്, സൗദി അറേബ്യയിലെ മക്ക. ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു. മക്കയിലെ പ്രമാണി വർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ വർഷം CE 622. ഈ പലായനം അറിയപ്പെടുന്നത് ഹിജ്റ എന്നാണ്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ച ഹിജ്റ വർഷം പ്രവാചകനായ മുഹമ്മദ് അന്തരിച്ച വർഷം CE 632. ഖലീഫമാർ മുഹമ്മദിൻ്റെ മരണശേഷം അറേബ്യയിൽ ഭരണം നടത്തിയത് ഖലീഫമാരാണ്. ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഈ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രമാണ് മദീന, സൗദി അറേബ്യയിലെ മദീന. ആദ്യകാല ഖലീഫമാരാണ് അബൂബക്കർ CE 632 മുതൽ CE 634 വരെയും, ഉമർ 634-44 വരെ, ഉസ്മാൻ CE 644-56 വരെ, അലി CE 656-661 വരെയാണ് ഭരിച്ചിരുന്നത്. ഉമവിയ വംശം ആദ്യകാല ഖലീഫമാർക്ക് ശേഷം അറേബ്യൻ ഭരിച്ചത് ഉമവിയ വംശമാണ്. ഉമവിയ വംശത്തിൻ്റെ ആസ്ഥാനം ദമാസ്കസ് ആണ്, സിറിയയിലെ. അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത് ഇവരുടെ കാലത്താണ്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമാവിയ ഭരണകാലത്താണ്. അബ്ബാസിയ ഭരണം ഉമാവിയ ഭരണത്തിന് ശേഷം അറേബ്യയിൽ നിലവിൽ വന്ന ഭരണമാണ് അബ്ബാസിയ ഭരണം. അബ്ബാസിയ ഭരണകാലത്തെ അറേബ്യയുടെ തലസ്ഥാനം ബാഗ്ദാദാണ്, ഇറാഖിലെ ബാഗ്ദാദ്. അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ ആയിരുന്നു ഹാറൂൺ അൽ റഷീദ്. ഹാറൂൺ അൽ റഷീദിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. അറേബ്യയിൽ ആദ്യമായിട്ട് ആശുപത്രികൾ സ്ഥാപിച്ചു. നീതിന്യായ ഭരണം ഇസ്ലാം മത വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടുള്ളതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായിട്ട് സഞ്ചരിക്കാമായിരുന്നു. വിശുദ്ധ റോമാ സാമ്രാജ്യമായിട്ട് ബന്ധം സ്ഥാപിച്ച ഹാറൂൺ അൽ റഷീദ് ഷാലിമീൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു. ബാഗ്ദാദ് ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ബാഗ്ദാദിനെയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും
സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകൾ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബാഗ്ദാദിലാണ്. മംഗോളിയക്കാരനായ തിമൂറും ഒട്ടോമൻ ഭരണാധികാരിയായിരുന്ന സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. ഒട്ടോമൻ സാമ്രാജ്യം 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി തുർക്കി ഗോത്രത്തിൽ ഒന്നിൻ്റെ നേതാവായിരുന്ന ഉസ്മാനാണ് ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. ഉത്തുമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഓട്ടോമാൻ എന്ന പേരുണ്ടായത്. CE 1453 തുർക്കി നേതാവായിരുന്ന മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി ഒട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഇതോടെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഒട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലായിരുന്നത് സുലൈമാൻ്റെ കാലത്താണ്. സുലൈമാൻ അറിയപ്പെടുന്നത് അൽ കാനൂനി അഥവാ നിയമദാതാവ് എന്നാണ്. ഒട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചത് സുലൈമാനാണ്. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം നൽകിയത് സുലൈമാനാണ്. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. 1-ാം ലോക യുദ്ധശേഷം ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് മക്ക, മദീന, ട്രിപ്പോളി, ജെറുസലേം, ദമാസ്കസ്, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഥൻസ്, ബൽഗ്രേഡ് തുടങ്ങിയ സ്ഥലങ്ങൾ. മംഗോളിയൻ സാമ്രാജ്യം മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. ഏഷ്യ, യൂറോപ്പ് എന്നീ വൻകരകളിലായിട്ടാണ് മംഗോളിയൻ സാമ്രാജ്യം വ്യാപിച്ചു കിടക്കുന്നത്. വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശം ആണിത്. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പുകാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയൻ നാടിലെ കാലാവസ്ഥ. നാടോടികളെപ്പോലെ കൂടാരങ്ങളിലാണ് മംഗോളിയൻ ജനത കഴിഞ്ഞിരുന്നത്. കുതിരപ്പുറത്ത് നാട് ചുറ്റി നടന്ന വിവിധ മംഗോളിയൻ ഗോത്രങ്ങളിലെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഒനേൺ നദീതീരത്തുള്ള കാരക്കോറമാണ്. ശക്തമായ കുതിരപ്പടയായിരുന്നു മംഗോളിയയുടെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിൻ്റെ മുഖ്യ ആകർഷണമായിരുന്നു. സുസംഘടിതമായ ചാരസംഘവും ചെങ്കിസ് ഖാനും ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന വിദൂര ദേശങ്ങളെ ഭരണകേന്ദ്രവുമായിട്ട് ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. ഈ ആശയവിനിമയ സമ്പ്രദായം അറിയപ്പെടുന്നത് കൊറിയർ എന്നാണ്. വളരെയേറെ വേഗതയുള്ളതും കാര്യക്ഷമമുള്ളതായിരുന്നു ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായം. തിമൂർ സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരായിരുന്നു തിമൂർ. സമർക്കണ്ട് ആസ്ഥാനമായിട്ടുള്ള മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമേർ ലൈനിൽ മുടന്തനായ തിമൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായിട്ടാണ് മടങ്ങിയത്. മാലി സാമ്രാജ്യം മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മാലി സാമ്രാജ്യം. സഹാറ മരുഭൂമിയുടെ ദക്ഷിണ അതിർത്തി മുതൽ നൈജർ നദീതടം വരെ മാലി സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. മാലി സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രമാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി. വലിയ സ്വർണ്ണശേഖരമുണ്ടായിരുന്ന മാലി അക്കാലത്തെ സമ്പന്നരായ പ്രദേശങ്ങൾ ആയിരുന്നു. മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധമായ ഭരണാധികാരിയാണ് കങ്കൻ മൂസ. പാശ്ചാത്യ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെട്ടിരുന്നത് കങ്കൻ മൂസയാണ്. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രാജ്യത്തിൻ്റെ പ്രദേശമാണ് തിംബുക്തു. വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായിട്ട് തിംബുക്തുവിലെത്തിയിരുന്നു. അടിമ കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു തിംബുക്തു. തിംബുക്തുവിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല മധ്യകാല ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്ന് കൂടിയായിരുന്നു. തിംബുക്തുവിൽ കങ്കൻ മൂസ പണികഴിപ്പിച്ച മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമാണ് ഗ്രേറ്റ് മോസ്ക്. മക്കയിലേക്കുള്ള യാത്ര. കങ്കൻ മൂസ മക്കയിലേക്ക് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു യാത്ര നടത്തിയ വർഷം 1324. കിലോ കണക്കിന് സ്വർണം കട്ടികളുമായിട്ടാണ് അദ്ദേഹവും സംഘവും യാത്ര തിരിച്ചത്. യാത്രയിൽ കണ്ട സാധുക്കൾക്കും പള്ളികൾക്കും തീർത്ഥാടകർക്കും സ്വർണം ദാനമായിട്ട് നൽകി. മാലി സാമ്രാജ്യത്തിലേക്ക്
അധ്യാപകരെയും മതപണ്ഡിതന്മാരെയും ക്ഷണിക്കാൻ കൂടിയായിരുന്നു മക്കയിലേക്കുള്ള യാത്ര. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയാണ് കങ്കൻ മൂസ എന്ന് വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. അടുത്തതായിട്ട് ചൈനയും ജപ്പാനും. മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളാണ് ചൈനയും ജപ്പാനും. ചൈന. മധ്യകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശം ടാങ് രാജവംശമാണ്. രാജ്യത്തിന്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡവുമാക്കി മത്സര പരീക്ഷയിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത്. മതസഹിഷ്ണുത പുലർത്തിയിരുന്ന ടാങ് ഭരണാധികാരികൾ കച്ചവടത്തിൻ്റെയും പ്രോത്സാഹകർ ആയിരുന്നു. മധ്യകാല ലോകത്ത് പേപ്പർ കറൻസി ഉപയോഗിച്ചിരുന്നവർ ആയിരുന്നു ചൈനക്കാർ. ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ച രാജവംശമായിരുന്നു സോങ്ങും മിങ്ങു മഞ്ചു രാജവംശങ്ങൾ. അടുത്തതായിട്ട് ജപ്പാൻ. മധ്യകാല ജപ്പാനിൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയാണ്. എന്നാൽ അധികാരം കൈകളിൽ എത്തിയിരുന്നത് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കായിരുന്നു. ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഷോഗണുകൾ എന്നാണ്. ഭൂമിയിലെ നിയന്ത്രണവും ഷോഗണുകൾക്കായിരുന്നു. ടോക്കിയോ ഭരണ കേന്ദ്രമായിട്ട് വികസിച്ച ഷോഗണുകളുടെ കാലഘട്ടത്താണ് മധ്യകാല അമേരിക്ക. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പുരാതന കാലം മുതൽ തന്നെ തനതായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. അവ മധ്യകാലത്തിലും തുടർന്നു. തദ്ദേശീയമായ ഭരണരീതികളാണ് അവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. കോളനികൾ സ്ഥാപിക്കാനായിട്ട് യൂറോപ്യന്മാർ അമേരിക്കയിലെത്തിയ കാലഘട്ടം 16-ാം നൂറ്റാണ്ട് ആണ്. അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ച് യൂറോപ്യന്മാർ തോട്ടങ്ങളും കനികളും നിർമ്മിച്ചു. തോട്ടങ്ങളിലും കനികളിലും പണിയെടുപ്പിക്കാനായിട്ട് ആഫ്രിക്കയിൽ നിന്നും നീഗ്രോകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി. തദ്ദേശവാസികളെ വംശഹത്യയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. അമേരിക്കയിലെ സംസ്കാരങ്ങളാണ് മിസിസിപ്പി, മായൻ സംസ്കാരം, കരീബിയൻ, ഇൻക സംസ്കാരം, മെഗല്ലൻ സംസ്കാരം, ആസ്ടെക്, പടയൻ, ടോൾടെക് സംസ്കാരവും. മായൻ കലണ്ടറിനെ കുറിച്ച് നോക്കാം. മായന്മാരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളുടെ എണ്ണം 365. 20 ദിവസം വീതമുള്ള 18 മാസങ്ങൾ ചേർന്നതായിരുന്നു ഒരു വർഷം. ബാക്കിയുള്ള 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായിട്ട് അവർ അവധി ദിനങ്ങളായിരുന്നു. ഫ്യൂഡലിസത്തിന്റെ പതനം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായിട്ടുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതി അറിയപ്പെട്ടിരുന്നത് ഫ്യൂഡലിസം എന്നാണ്. 15-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ച കാരണമാണ് കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക ഉത്പാദനത്തിലെ കുറവും, ക്ഷാമം, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ, കുരിശുയുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വെടിമരുന്നിന്റെയും കുത്തക, കർഷക കലാപങ്ങൾ, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം. കുരിശുയുദ്ധങ്ങൾ എന്താണെന്ന് നോക്കാം. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ വിളിക്കുന്നത് കുരിശ് യുദ്ധങ്ങൾ എന്നാണ്. ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂത മത അനുയായികൾ ഒരുപോലെ പുണ്യനഗരമായിട്ട് കരുതുന്ന ജെറുസലേം പട്ടണം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് കുരിശ് യുദ്ധം. ബ്യൂബോണിക് പ്ലേഗ്, കറുത്ത മരണം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പകർച്ചവ്യാധി 1347 പടർന്നു പിടിച്ചത്. ആൾനാശത്തിന്റെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇതിനെ 2-ാം ലോക മഹായുദ്ധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. ഫ്യൂഡൽ കർഷക കലാപങ്ങൾ. AD 1350-നും 1550-നും ഇടയിൽ യൂറോപ്പിൽ നിരവധി കർഷക കലാപങ്ങൾ നടക്കുകയുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടവയാണ് 1358 ഗിയോക്കേഞ്ചിയുടെ നേതൃത്വത്തിൽ നടന്ന ഫ്രഞ്ച് ഷാക്രി കലാപം, 1381 ഇംഗ്ലണ്ടിൽ വോട്ട് ടൈലർ, ജോൺ ബാൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കലാപം, 1525 ജർമ്മനിയിൽ തോമസ് മുൻസൂറിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപവും. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്ററിയിലെ 1-ാമത്തെ പാഠമായ മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ എന്ന ഈ ഒരു പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.